ശ്രീജേഷ് അഭിമാനമായി മാറിയെങ്കിലും ശ്രീജേഷിനോടുള്ള അനാദരവിൻ്റെ തെളിവായി എറണാകുളം പള്ളിക്കരയിലെ ശ്രീജേഷ് ഇൻഡോർ സ്റ്റേഡിയം തുടരുന്നത് നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല. എന്ത് സാങ്കേതിക തടസ്സമുണ്ടെങ്കിലും ആ സാങ്കേതിക തടസ്സങ്ങൾ മറികടന്ന് ഈ ഇൻഡോർ സ്റ്റേഡിയം ശ്രീജേഷിൻ്റെ പേരിലുള്ള ഇൻഡോർ സ്റ്റേഡിയം വൃത്തിയാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ശ്രീജേഷിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. ഇപ്പോൾ ശ്രീജേഷ് തന്നെ പറയുന്നു ഇത് തൻ്റെ പേര് കളങ്കപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്, വല്ലാത്ത ബുദ്ധിമുട്ടാണ് അത് കാണുമ്പോൾ എന്ന് ശ്രീജേഷ് പറയുന്നു. അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നു. സേഫ് ന്യൂസെയാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. സേഫ് ന്യൂസെയും നമുക്കൊപ്പമുണ്ട്. നമുക്ക് MLA PV ശ്രീനിജനെയും ഒപ്പം കുന്നത്തനാട് പഞ്ചായത്തിലെ പ്രസിഡന്റിനെയും ഒക്കെ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നു. അലി അക്ബർ ഷാ, ഈ സ്റ്റേഡിയം നിൽക്കുന്നത് കുന്നത്തനാട് പഞ്ചായത്തിലാണ്, പള്ളിക്കര അല്ലേ? ആ സ്റ്റേഡിയത്തിന് എന്താണ് സാങ്കേതിക തടസ്സം? എന്താണ് ഇത്രയും വർഷമായിട്ട് അത് മുന്നോട്ട് പോകാത്തത്? ആരാണതിൽ മുൻകൈ എടുക്കേണ്ടത്? അരുൺകുമാർ, ഈ വാർത്ത, അതായത് ശ്രീജേഷിന്റെ പേരിൽ വരേണ്ടിയിരുന്ന ഇൻഡോർ സ്റ്റേഡിയം ഇത്തരത്തിൽ പണി മുടങ്ങി കാട് പിടിച്ച് കിടക്കുന്ന വാർത്ത നമ്മൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് അതിരൂക്ഷമായ ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രീജേഷിന്റെ ഭാഗത്തു നിന്നും തന്നെ വരുന്നത്. കാരണം രാജ്യത്തിനാകെ അഭിമാനമായി, രാജ്യത്തിന്റെ പേര് ലോകത്തിന്റെ നെറുകയിലെത്തിച്ചാണ് ശ്രീജേഷ് ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തിയത്. അങ്ങനെ വന്നിരിക്കുന്ന തന്റെ പേരിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ കളങ്കമാണ് ശ്രീജേഷ് സ്റ്റേഡിയം ഇപ്പോൾ നിലവിൽ കിടക്കുന്ന അവസ്ഥ എന്നാണ് അദ്ദേഹം തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. ഈ ശ്രീജേഷ് നാട്ടിലേക്ക് എത്തിയപ്പോൾ കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നിന്നും മാധ്യമങ്ങളോട് ഉൾപ്പെടെ അദ്ദേഹം പ്രതികരിച്ച പ്രധാന കാര്യം കേരളത്തിൽ ഹോക്കിക്ക് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ല, ഹോക്കി കേരളത്തിന്റെ ഒരു സ്പോർട്സ് അല്ല എന്ന നിലയിലുള്ള ഒരു സമീപനമാണ് ഉണ്ടാകുന്നത് എന്നതുൾപ്പെടെയുള്ള വൈകാരികമായ പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ പണി തീർത്ത് ഇപ്പോൾ കായിക താരങ്ങൾ ഉപയോഗിക്കേണ്ടിയിരുന്ന ഒരു സ്റ്റേഡിയം ഈ അവസ്ഥയിൽ കിടക്കുന്നത്. ഏഷ്യൻ ഗെയിംസിലെ സുവർണ്ണ നേട്ടത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ശ്രീജേഷ് സ്റ്റേഡിയം വരുമെന്നുള്ളത് 2020-ലാണ് ഇതിന് തറക്കല്ലിടുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ചില ആരോപണങ്ങൾ ഇതിനെതിരെ ഉയരുന്നതും ഒരു ഉന്നത അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്നതും ഈ കമ്മീഷൻ അത്തരത്തിലുള്ള ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തുന്നതും പിന്നീട് UDF ഭരിച്ചിരുന്ന ഈ പഞ്ചായത്തിന്റെ ഭരണം 2020-ലേക്ക് പോവുകയായിരുന്നു. അതിനുശേഷമാണ് ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ബാക്കി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് അനുവദിക്കാതെയും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ നടത്താതെയുമുള്ള സമീപനം പഞ്ചായത്തിന്റെ ഭാഗത്ത് അനുവദിക്കാത്തത് കൊണ്ടാണോ പാതി വഴിയിൽ ഈ സ്റ്റേഡിയം നിലച്ചുപോയത്? അരുൺകുമാർ, PV ശ്രീനിജൻ MLA ആയിരുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് അനുവദിക്കുകയും പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുന്നതും 2020 പഞ്ചായത്ത് ഭരണം ഏറ്റെടുത്ത ശേഷം ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പലതവണ ചർച്ചകൾ നടന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള അനുകൂല സമീപനം പഞ്ചായത്തിന്റെ ഭാഗത്തും ഉണ്ടാകാതിരിക്കുകയുമായിരുന്നു. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇത് ഒരു വലിയൊരു അടിയാണ്. കാരണം രാജ്യത്തിന് അഭിമാനമായി, രാജ്യത്തിന് ഒരു സുവർണ്ണ തിളക്കവുമായി ശ്രീജേഷ് തിരിച്ചെത്തുമ്പോൾ പഞ്ചായത്തിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് കേരളത്തിന് തന്നെ അപമാനമാണ്. കാരണം ഈ ഒരു ഒളിമ്പിക്സ് മെഡൽ നേട്ടം, വിരമിക്കൽ മത്സരത്തിലെ ഈ സുവർണ്ണ നേട്ടത്തിന് പിന്നാലെ ശ്രീജേഷ് നാട്ടിലേക്ക് എത്തുകയും സ്വന്തം നാട്ടിലെ ഈ സംവിധാനത്തിനെതിരെ വലിയൊരു ആരോപണം ഉന്നയിക്കുകയും ചെയ്യാന്ന് പറയുമ്പോൾ തീർച്ചയായും വലിയൊരു നാണക്കേടാണ്, അപമാനമാണ്. ഇതിൽ കൃത്യമായ ഇടപെടൽ ഇനിയെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട്. ശ്രീജേഷ് തന്നെ ഉന്നയിച്ച ആരോപണങ്ങൾ, ഹോക്കി ഉൾപ്പെടെയുള്ള കായിക ഇനങ്ങൾക്ക് നേരെയുള്ള കേരളത്തിന്റെ സമീപനം, അത് ശരിവെക്കുന്ന നിലയിലാണ് ഇപ്പോൾ നിലവിൽ ശ്രീജേഷ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ കാട് പിടിച്ച അവസ്ഥ. പഞ്ചായത്ത് ഭരിക്കുന്നത് 2020 ആണ്. നിലവിലെതിരെ സാങ്കേതിക തടസ്സമൊന്നുമില്ല. അതിൽ നിർമ്മാണത്തിലെ അപാകതകളൊക്കെ സംബന്ധിച്ചുകൊണ്ടുള്ള ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ വിമർശനങ്ങൾ കമ്മീഷൻ തള്ളിക്കളഞ്ഞു. ഇനി ഇതിന് നിയമപരമായ തടസ്സമോ സാങ്കേതിക തടസ്സമോ ഇല്ലല്ലോ അലി? തീർച്ചയായും വരുന്നു. അതായത് ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കപ്പെട്ട സമയത്താണ് ഇത് അന്വേഷിച്ച് കണ്ടെത്താൻ ഒരു കമ്മീഷനെ നിയോഗിക്കുന്നത്. ആ കമ്മീഷൻ ഈ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്രവർത്തനം പിന്നീട് ആരംഭിക്കേണ്ടതായിരുന്നു, പൂർത്തിയാക്കേണ്ടതായിരുന്നു. പക്ഷെ അതിന് പഞ്ചായത്ത് മുൻകൈ എടുത്തില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. PV ശ്രീനിജൻ താങ്കൾ കൂടി തുടക്കമിട്ടൊരു പദ്ധതിയാണ് ഇപ്പോൾ പാതിവഴിയിൽ എത്തി നിൽക്കുന്നത്.